ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് പാപ്പടി ചാട്ടും പൂരി ചാട്ടും എങ്ങനെ നമ്മൾ റെഡിയാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് 4 ടീസ്പൂൺ ഞാനാണെങ്കിൽ റവ എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടാണ് പാപ്പടി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകരം മൈദയാണെങ്കിലും എടുക്കാം. 2 കപ്പ് 2 ടേബിൾ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കട്ടോരിയോ കപ്പാളവിന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ അരിമോദം ഇട്ടെടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം, 4 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പാകമല്ല, നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കത്തില്ല ഇച്ചിരി ടൈറ്റായിട്ട്. ചപ്പാത്തിനെക്കാട്ടി പൂരിക്ക് നമ്മൾ എപ്പോഴും ഇച്ചിരി ടൈറ്റായിട്ട് ആട്ട കുഴക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആട്ട കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നെയ്യൊക്കെ എല്ലായിടും മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി നോക്കുവാണെങ്കിൽ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ആട്ട കുഴക്കാവുന്നേ ഉള്ളൂ. കുറേശ്ശെ ആയിട്ട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ വരത്തില്ല. അപ്പോൾ അത് ടൈറ്റായിട്ട് ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കൊണ്ട് റവയൊക്കെ ആണെങ്കിൽ വെള്ളം ഇച്ചിരി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് സോക്ക് എടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇച്ചിരിയാണ് നെയ്യ് തടവി നന്നായിട്ട് കുഴച്ചെടുക്കണം. മേളിൽ നിന്ന് ഡ്രൈ ആവാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വലിയൊരു ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ കനം കുറച്ച്, എത്രയും കനം കുറച്ച് നമുക്ക് പരത്താൻ പറ്റുന്ന അത്രയും കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് പൂരി കിട്ടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒരു സൈഡ് ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറായി വരുന്നവർ അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയി വരുന്നവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഉള്ളു നന്നായിട്ട് വെന്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതാണെങ്കിൽ സോഫ്റ്റ് ആയിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് വറുത്തോരി മാറ്റാവുന്നേ ഉള്ളൂ. ഇനി ഒരു സൈഡിലാണ് ഞാൻ ഇതുപോലെ മഞ്ഞ ഗ്രീൻ പീസ് വരുന്നത്. അത് ഞാനാണെങ്കിൽ രാത്രി മൊത്തം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണേ കുതിർത്തി വെക്കാനായിട്ട്. പിന്നെ രാവിലെ ആയപ്പോൾ ഇത് എടുത്തപ്പോൾ അന്നേരം പിന്നെ ഒന്നും കൂടെ ഞാൻ കഴുകി എടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ ഇട്ടു. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള അത്രയും 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചകത്ത് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു 5-8 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. പ്രഷറിന് പോയതിന് ശേഷം തുറന്ന് നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു തള വരുന്നത് നന്നായിട്ട് തളഞ്ഞ് കുറുകി വരണം കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു മാഷറും കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ കണ്ടില്ലേ പാപ്പടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയേക്കണേ. ഇതണക്ക് വേണം ചെയ്യാൻ. ഇനി നമുക്ക് എങ്ങനെ സെർവ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഞാനിവിടെ ഇങ്ങനെയാണേ സെർവ് ചെയ്യുന്നത്. റഗടയ്ക്കകത്ത് ഇങ്ങനെ നമുക്ക് റഗടാന്ന് ഇതിനെ കൂട്ടാനെ പറയുന്നത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം പാപ്പടിയൊക്കെ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്താണെങ്കിൽ പുതിനയുടെ മല്ലിയിലയും കൂടെ ഗ്രീൻ ചട്നി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ അതിന് മേളിൽ നമുക്കാണെങ്കിൽ പുളിയും പിന്നെ ശർക്കരയും കൂടി ഇട്ട് നമുക്ക് ചട്നി റെഡിയാക്കി അതും കൂടെ അതിൻ്റെ മേളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് സവാള പൊടിയായിരുന്നു അതും ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയ സേവ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ വെതറിക്കഴിഞ്ഞാൽ നമ്മളുടെ പാപ്പടി ചാട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റഗട അതിൻ്റെ മേളിൽ കൂട്ടാൻ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പാപ്പടി വേണമെങ്കിൽ പൊടിച്ച് വേണമെങ്കിൽ ഇട്ട് അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കാൻ ഭംഗിക്ക് വേണ്ടിയായിട്ട് എങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പാനിപ്പൂരിയുടെ പൂരി ഇല്ല, അത് നമുക്കാണെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങൾ റഗട, ഉള്ളി, തക്കാളി, മല്ലിയില, ചട്നിയൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. അത് അപ്പോൾ നമ്മൾ പൂരി ചാട്ടും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കേട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.